സെലക്ഷൻ. അപ്പം നമ്മൾ സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് സ്റ്റാഫിങ്ങിൽ നമ്മൾ പഠിച്ചിരുന്നു. സ്റ്റാഫിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? മാൻ പവർ പ്ലാനിങ്. മാൻ പവർ പ്ലാനിങ് ആയിരുന്നു സ്റ്റാഫിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് റിക്രൂട്ട്മെന്റ് ആയിരുന്നു. തേർഡ് സ്റ്റെപ്പാണ് സെലക്ഷൻ. അപ്പം അതുപോലെ തന്നെ മെയിൻ ആസ്പെക്ട്സ് ഓഫ് അഥവാ എലമെന്റ്സ് ഓഫ് സ്റ്റാഫിങ്ങിൽ നമ്മൾ പഠിച്ചു. എന്ന് വെച്ചാൽ സ്റ്റാഫിങ്ങിന്റെ ഘടകങ്ങൾ 3 ഉണ്ട് എന്ന് പറഞ്ഞ് പഠിച്ചതിൽ ഉണ്ടായിരുന്നു റിക്രൂട്ട്മെന്റും സെലക്ഷനും ട്രെയിനിങ്ങും. അതിൽ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെലക്ഷനെ കുറിച്ചാണ്. സെലക്ഷൻ ബിഗിൻസ് വെയർ റിക്രൂട്ട്മെന്റ് എൻഡ്സ്. സെലക്ഷൻ തുടങ്ങുന്നത് റിക്രൂട്ട്മെന്റ് അവസാനിക്കുന്നത് എവിടെയാണോ അവിടെ നിന്നാണ് സെലക്ഷൻ തുടങ്ങുന്നത്. റിക്രൂട്ട്മെന്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ആവശ്യമായിട്ടുള്ള ജീവനക്കാരെ എവിടെ നിന്ന് കണ്ടെത്തുന്നു, ജോലിക്ക് അപേക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നടപടിക്രമമാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് ഇസ് ദ പ്രോസസ് ഓഫ് searching for prospective employees and stimulating them to apply for the jobs in the organization. അപ്പോൾ ആൾക്കാരെ സ്റ്റിമുലേറ്റ് ചെയ്യുക അഥവാ ആൾക്കാരെ ജോലിക്ക് അപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിക്രൂട്ട്മെന്റ് കഴിയുമ്പോൾ ആണ് സെലക്ഷൻ ആരംഭിക്കുന്നത്. റിക്രൂട്ട്മെന്റ് അവസാനിക്കുന്നിടത്തുനിന്ന് സെലക്ഷൻ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അപേക്ഷകരിൽ നിന്ന് അപേക്ഷകളെല്ലാം ലഭിച്ചു കഴിയുമ്പോൾ അതിൽ ഏത് അപേക്ഷകളാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള അഥവാ ഏത് കാൻഡിഡേറ്റ്സിനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള പ്രക്രിയയാണ് സെലക്ഷനിൽ നടക്കുന്നത്. സെലക്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് ദ മോസ്റ്റ് suitable and promising candidates from the list of recruited persons. അപ്പോൾ വിവിധ ജോലികൾക്ക് അനുയോജ്യരായ ആളുകളെ തെരഞ്ഞെടുക്കുന്ന അഥവാ നിയമിക്കുന്ന ഒരു പ്രക്രിയയാണ് സെലക്ഷൻ. നമ്മൾക്ക് ലഭിച്ച ആപ്ലിക്കേഷൻസിനകത്തുനിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അഥവാ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള അഥവാ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ ലഭിച്ച ആപ്ലിക്കേഷൻസിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. This is a negative process where more candidates will be rejected than appointed. അപ്പം സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രോസസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം ബിസിനസ് സ്ഥാപനങ്ങളിൽ ജോലിക്ക് അപേക്ഷിക്കുന്നവര് എല്ലാവരും യോഗ്യരാകണം എന്നില്ല. എന്ന് വെച്ചാൽ അപേക്ഷിക്കുന്ന എല്ലാവരും ആപ്ലിക്കേഷൻസ് കൊടുക്കുന്ന എല്ലാവരും ആ ജോലിക്ക് യോഗ്യരാകണമെന്നില്ല. അതുപോലെ തന്നെ എല്ലാവരും യോഗ്യരാണെങ്കിലും അത്രയും ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള വേക്കൻസീസും ജോലിയിൽ ഉണ്ടാവണം എന്നില്ല. എന്ന് വെച്ചാൽ ആ കമ്പനിയിൽ ഉണ്ടാവണം എന്നില്ല, അത്രയ്ക്ക് വേക്കൻസീസും ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് തന്നെ അപേക്ഷകൾ ലഭിക്കുന്ന എല്ലാവർക്കും ജോലി കൊടുക്കത്തില്ല. എന്ന് വെച്ചാൽ അപേക്ഷകൾ കൊടുക്കുന്ന എല്ലാവർക്കും അവരെ എല്ലാം സെലക്ട് ചെയ്ത് അവർക്ക് എല്ലാവർക്കും ജോലി കൊടുക്കണമെന്നില്ല. അപ്പോൾ തെരഞ്ഞെടുക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അപേക്ഷകൾ കൊടുക്കുന്നവർ ഒത്തിരിയായിരിക്കും. അതിൽ നിന്ന് അവസാനം തെരഞ്ഞെടുത്ത് ജോലി കൊടുക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പറയാൻ സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. കാരണം റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അപേക്ഷകൾ മാക്സിമം കിട്ടുന്ന പ്രോസസ്സ്, അതൊരു പോസിറ്റീവ് പ്രോസസ് ആണ്. കാരണം അതിനകത്ത് മാക്സിമം ആൾക്കാർ അപേക്ഷകൾ നൽകുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു എലിമിനേഷന്റെ ഫാക്ടറോ അഥവാ ഒഴിവാക്കുന്ന ഫാക്ടറോ ഒന്നുമില്ല. പക്ഷെ സെലക്ഷനിൽ പറയുക കുറെ അപേക്ഷകൾ വരും, അതിൽ പലരും യോഗ്യരായിരിക്കാം, പക്ഷെ അവർക്ക് ജോലി കൊടുക്കണമെന്നില്ല. കാരണം ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാൾക്ക് ജോലി കൊടുക്കുന്നു, കാരണം വേക്കൻസീസ് കുറവായതുകൊണ്ട് തന്നെ. അപ്പം സെലക്ഷൻ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. So we can say that selection is the process of identifying and choosing the best out of the number of prospective candidates for the job. അപ്പം വിവിധ ജോലികൾക്ക് അനുയോജ്യരായ ആളുകളെ തെരഞ്ഞെടുക്കുന്ന അഥവാ നിയമിക്കുന്ന പ്രക്രിയയാണ് സെലക്ഷൻ. സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രോസസ് ആണെന്ന് പറയാൻ കാരണം അതിനകത്തുനിന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് വേണ്ട ആളുകളെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. ആൻഡ് നമ്മൾക്ക് സ്യൂട്ടബിൾ അല്ല എന്ന് തോന്നുന്ന ആളുകളെ എലിമിനേറ്റ് ചെയ്യും അഥവാ ഒഴിവാക്കും. അപ്പൊ അവിടെ ഒരു എലിമിനേഷൻ അഥവാ കുറച്ച് ആളുകളെ ഒഴിവാക്കുന്ന ഒരു പ്രോസസ് ഉണ്ട് സെലക്ഷനകത്ത്. അതുകൊണ്ട് തന്നെ സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. അപ്പം സെലക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ പോയിന്റ്സ് ഇതൊക്കെയാണ്. സെലക്ഷൻ ബിഗിൻ ചെയ്യുന്നത് റിക്രൂട്ട്മെന്റ് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് സെലക്ഷൻ തുടങ്ങുന്നത്. സെലക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ ഒരു ജോബ് പൊസിഷനിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ കണ്ടെത്തി പ്ലേസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെലക്ഷൻ എന്ന് പറയുക. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ എത്ര അപേക്ഷകൾ കിട്ടി അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഈ ജോലിക്ക് അനുയോജ്യരായ കാൻഡിഡേറ്റ്സ് ആരാണ് എന്ന് കണ്ടെത്തുന്ന പ്രോസസ്സിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. കാരണം
കുറെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അവരിൽ എല്ലാവരെയും നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല. അവരിൽ എല്ലാവരും തന്നെ ബെസ്റ്റ് ആയിരിക്കാം, പക്ഷെ ആ ബെസ്റ്റിലും നമ്മൾ നോക്കും ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആരാണ് എന്ന് നോക്കിയിട്ട് ആ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ മാത്രം, എത്ര വേക്കൻസീസ് ഉണ്ടോ അത്രയും വേക്കൻസീസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. കാരണം ബാക്കി കുറെ പേര്, ഇപ്പൊ 100 ആപ്ലിക്കേഷൻസ് കിട്ടിയെങ്കിൽ നമുക്ക് 2 വേക്കൻസി ഉണ്ടെങ്കിൽ നമ്മൾ ആ 100-ൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 പേരെ സെലക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി 98 പേരെ എലിമിനേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. കാരണം കുറെ ആളുകളെ റിജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അഥവാ എലിമിനേറ്റ് ചെയ്യുക, അവരെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അത് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ് എന്ന് പറയാൻ പറ്റും. ഇപ്പം യൂഷ്വലി എക്സാമിനൊക്കെ വരാറുണ്ട്, recruitment is said to be a positive process and selection is said to be a negative process. Explain എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം റിക്രൂട്ട്മെന്റ് ഒരു പോസിറ്റീവ് പ്രോസസ് ആണ് എന്ന് പറയാൻ കാരണം അവിടെ ഒരു എലിമിനേഷന്റെ ഫാക്ടർ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ആളുകൾ ഒഴിവാക്കുകയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഈ കമ്പനിയിലേക്ക്. അവിടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കമ്പനിയിലേക്ക്. സെലക്ഷൻ എന്ന് പറയുന്നത് ആകെ റിക്രൂട്ട്മെന്റിലൂടെ അപ്ലൈ ചെയ്ത ആളുകളിൽ കുറച്ച് ഭാഗം, എത്ര കമ്പനിയിൽ എത്ര ആളുകളെ വേണോ അത്രയും പേരെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് അതൊരു നെഗറ്റീവ് പ്രോസസ് എന്ന് പറയാം. ഇനി നമ്മൾക്ക് റിക്രൂട്ട്മെന്റും സെലക്ഷനും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് ഇസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്. അപ്പം അപേക്ഷകരാകാൻ ഇടയുള്ളവർക്ക്, അഥവാ അപേക്ഷകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തിയുള്ളവർക്ക് അപേക്ഷിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്, അഥവാ വരാനിരിക്കുന്ന കാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുക. അപ്പം ആവശ്യമായ ജീവനക്കാരെ എവിടെ നിന്ന് ലഭിക്കുമെന്ന് കണ്ടെത്തുകയും അവരെ ആ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുകയും അഥവാ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുക. Selection is choosing the right person among the applied candidates, അഥവാ among the candidates. സെലക്ഷൻ എന്ന് പറയുന്നത് ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചവരുടെ ഇടയിൽ നിന്ന് ഏറ്റവും അനുയോജ്യരായ ആളുകളെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സിനെയാണ് സെലക്ഷൻ എന്ന് പറയുക. സെലക്ഷൻ എന്ന് പറയുക ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ആ ജോലിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള അഥവാ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ കിട്ടിയ ആപ്ലിക്കേഷൻസിൻ്റെ അകത്ത് നിന്ന് സെലക്ട് ചെയ്യുന്നതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് പ്രോസസ്സാണ്. അവിടെ കൂടുതൽ ആളുകളെ ഈ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുക. സെക്കൻഡ് പോയിന്റ്, റിക്രൂട്ട്മെന്റ് ഇസ് എ പോസിറ്റീവ് പ്രോസസ് whereas സെലക്ഷൻ ഇസ് എ നെഗറ്റീവ് പ്രോസസ്. ഇപ്പൊ റിക്രൂട്ട്മെന്റിൽ നമ്മളിപ്പോൾ കണ്ടിരുന്നു പോസിറ്റീവ് പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റിൽ. കാരണം റിക്രൂട്ട്മെന്റിൽ മാക്സിമം നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുകയാണ് റിക്രൂട്ട്മെന്റിൽ ചെയ്യുക. ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ആളുകളെ കൊണ്ട് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രോസസ്സാണ്. അഥവാ മാക്സിമം ആളുകളെ കൊണ്ട് അപ്ലൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്, അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുക. പക്ഷെ സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ്സാണ്. കാരണം ഇറ്റ് ഇൻവോൾവ്സ് ദ എലിമിനേഷൻ ഓഫ് അൺസ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. കാരണം യോഗ്യരല്ല എന്ന് തോന്നുന്ന ആളുകളെ ഒഴിവാക്കുന്ന അഥവാ അവരെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെലക്ഷനിലുള്ളത്. കൃത്യം യോഗ്യരായിട്ടുള്ള ആളുകളെ, അതിലെ എല്ലാവരും യോഗ്യരായിരിക്കാം, അങ്ങനെയാണെങ്കിൽ അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, അതിൽ ഏറ്റവും യോഗ്യരായിട്ടുള്ള ആളുകളെ മാത്രം സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ബാക്കിയുള്ളവരെ എല്ലാവരെയും എലിമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെലക്ഷൻ. അതുകൊണ്ട് തന്നെ സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ്സാണ്. തേർഡ് ഡിഫറൻസ്, റിക്രൂട്ട്മെന്റ് എയിംസ് ടു ക്രിയേറ്റ് എ ലാർജ് പൂൾ ഓഫ് ആപ്ലിക്കൻസ് whereas selection aims to ensure the most competent person for the jobs. അപ്പം റിക്രൂട്ട്മെന്റിൽ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരുടെ വലിയൊരു സംഘത്തെ അഥവാ വലിയൊരു കൂട്ടത്തെ ഉണ്ടാക്കിയാണ് റിക്രൂട്ട്മെന്റിന്റെ ലക്ഷ്യം. ഏറ്റവും മാക്സിമം ആളുകളെ കൊണ്ട് ജോലിക്ക് അപ്ലൈ ചെയ്യിക്കുക, അങ്ങനെ ഒരു ലാർജ് ഗ്രൂപ്പ് അഥവാ ലാർജ് പൂൾ ഓഫ് ആപ്ലിക്കൻസിനെ ഉണ്ടാക്കിയാണ് റിക്രൂട്ട്മെന്റിൽ ചെയ്യുക. റിക്രൂട്ട്മെന്റിൽ മാക്സിമം ആൾക്കാരെ കൊണ്ട് അപ്ലൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ലാർജ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കൊണ്ട് അഥവാ ലാർജ് ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിനെ കൊണ്ട് അപ്ലൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് റിക്രൂട്ട്മെന്റിൽ ചെയ്യുക. ബട്ട് വേറാസ് ഇൻ സെലക്ഷനിൽ ഏറ്റവും പ്രാപ്തരായിട്ടുള്ള അഥവാ ഏറ്റവും യോഗ്യരായിട്ടുള്ള ചുരുക്കം ചിലരെ അഥവാ സ്പെസിഫൈഡ് ആയിട്ടുള്ള കുറച്ച് വേക്കൻസീസിലേക്ക്
പറ്റുന്ന കൃത്യമായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ അപ്പോയിന്റ് ചെയ്യുക അഥവാ അവരെ തെരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് സെലക്ഷൻ എന്ന് പറയുക. അപ്പം സെലക്ഷൻ എന്ന് പറയുക ഇറ്റ് എയിംസ് ടു എൻഷുർ മോസ്റ്റ് കോമ്പീറ്റന്റ് പീപ്പിൾ ഫോർ ജോബ്സ്. അപ്പം ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അഥവാ ആ ജോലിക്ക് ഏറ്റവും യോഗ്യരായിട്ടുള്ള ആളുകളെ പ്രാപ്തരായിട്ടുള്ള ചുരുക്കം ചില ആളുകളെ മാത്രം തെരഞ്ഞെടുക്കുന്ന പ്രോസസ്സിനെയാണ് സെലക്ഷൻ എന്ന് പറയുക. ഫോർത്ത് ഡിഫറൻസ് ഇസ് recruitment is a simple process whereas selection is a complex process. Recruitment എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ പ്രോസസ് ആണ്, അധികം സ്റ്റെപ്സ് ഒന്നുമില്ല. ഏത് പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ് അഥവാ ഏത് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിലൂടെ നമ്മൾ റിക്രൂട്ട് ചെയ്യും, ആളുകളെ ഇൻവൈറ്റ് ചെയ്യും എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അതൊരു സിമ്പിൾ പ്രോസസ് ആണ്, അതൊരു ലളിതമായിട്ടുള്ള പ്രക്രിയയാണ്. സെലക്ഷൻ എന്ന് പറയുക സെലക്ഷനിൽ ഡിഫറെന്റ് സ്റ്റെപ്സ് വരുന്നുണ്ട്. അപ്പൊ കുറെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട് സെലക്ഷനിൽ. അതുകൊണ്ട് തന്നെ സെലക്ഷൻ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ we can say that selection is a complex process whereas recruitment is a simple process. ഇതാണ് മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് സെലക്ഷൻ പ്രോസസ് എന്താണെന്ന് നോക്കാം. സെലക്ഷൻ പ്രോസസ് അഥവാ ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് സെലക്ഷൻ. സെലക്ഷന്റെ പ്രക്രിയ എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. സെലക്ഷൻ ഒരു കോംപ്ലക്സ് പ്രോസസ് ആണ് എന്ന് നമ്മൾ പഠിച്ചു. റിക്രൂട്ട്മെന്റ് ഒരു സിമ്പിൾ പ്രോസസ് ആണ്, പക്ഷെ സെലക്ഷൻ ഒരു കോംപ്ലക്സ് പ്രോസസ് ആണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പം സെലക്ഷൻ കോംപ്ലക്സ് പ്രോസസ് ആണെന്ന് പറയാൻ കാരണം സെലക്ഷൻ ഒത്തിരി സ്റ്റെപ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ സെലക്ഷൻ ഒരു കോംപ്ലക്സ് പ്രോസസ് ആണ് എന്ന് പറഞ്ഞത്. അപ്പം അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് അഥവാ ആ പ്രോസസ്സിന്റെ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് സെലക്ഷൻ പ്രോസസ്സിലുള്ളത്, സെലക്ഷൻ പ്രക്രിയയിൽ സാധാരണയായിട്ട് ഉൾപ്പെടുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻ ആയിട്ട് 8 സ്റ്റെപ്സ് ആണ് സെലക്ഷന് ഉള്ളത്. 8 സ്റ്റെപ്സ് ഉണ്ട് സെലക്ഷൻ പ്രോസസ്സിൽ. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ സെലക്ഷൻ പ്രോസസ്സ് എക്സാമിന് ചോദിക്കാറുള്ളതാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് യൂഷ്വലി ചോദിക്കാറുള്ള പോർഷൻ ആണ് സെലക്ഷൻ പ്രോസസ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് പ്രിലിമിനറി സ്ക്രീനിങ്. A careful screening of applications is done by a screening committee to eliminate the underqualified candidates. അപ്പം പ്രിലിമിനറി സ്ക്രീനിങ് അഥവാ കിട്ടിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് സ്ക്രൂട്ടനി ചെയ്യുക അഥവാ അതൊക്കെ ഒന്ന് പരിശോധിക്കുക, എന്നിട്ട് യോഗ്യരല്ലാത്തവരെ ഒഴിവാക്കുകയും യോഗ്യരായവരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെലക്ഷൻ സ്ക്രീനിങ്. എന്ന് വെച്ചാൽ കിട്ടിയ ആപ്ലിക്കേഷൻസ് എല്ലാം നോക്കിയിട്ട് ഒന്ന് സ്ക്രീൻ ചെയ്യുക അഥവാ സ്ക്രൂട്ടനി ചെയ്യുക എന്ന് വെച്ചാൽ പരിശോധിക്കുക. ആ കിട്ടിയ ആപ്ലിക്കേഷൻസ് എല്ലാം ഒന്ന് പരിശോധിക്കുക, എന്നിട്ട് യോഗ്യരല്ല എന്ന് ഉറപ്പുള്ളവരെ അപ്പം തന്നെ മാറ്റുക, അവരുടെ അപേക്ഷകൾ നീക്കം ചെയ്യുക. ആ പ്രോസസ്സിനെയാണ് പ്രിലിമിനറി സ്ക്രീനിങ് എന്ന് പറയുക. എന്ന് വെച്ചാൽ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള അഥവാ അണ്ടർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഈ പർട്ടിക്കുലർ ജോബിലേക്ക് വേണ്ടിയിട്ട് അണ്ടർ ക്വാളിഫൈഡോ അൺക്വാളിഫൈഡ് എന്ന് വെച്ചാൽ യോഗ്യത ഇല്ലാത്ത ആപ്ലിക്കേഷൻസ് ഒഴിവാക്കുന്ന പ്രോസസ്സിനെയാണ് അഥവാ ആ ആപ്ലിക്കേഷൻസ് എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രിലിമിനറി സ്ക്രീനിങ് എന്ന് പറയുക. പ്രിലിമിനറി സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ കിട്ടിയ എല്ലാ റിക്രൂട്ട്മെന്റിലൂടെ കിട്ടിയ എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ എടുത്തു നോക്കും, എന്നിട്ട് അതിൽ ഏറ്റവും യോഗ്യരായവരെ മാത്രം സെലക്ട് ചെയ്യും. എന്താണേലും ഒട്ടും യോഗ്യരല്ല എന്ന് തോന്നുന്നവരെ ആദ്യം തന്നെ ഒഴിവാക്കും. ആ പ്രോസസ്സിനെയാണ് പ്രിലിമിനറി സ്ക്രീനിങ് എന്ന് പറയുക. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ സെലക്ഷൻ പ്രോസസ് ഇസ് പ്രിലിമിനറി സ്ക്രീനിങ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് കണ്ടക്ടിങ് സെലക്ഷൻ ടെസ്റ്റ്. സെലക്ഷൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുക. അപ്പം സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ടെസ്റ്റ് ആർ കണ്ടക്റ്റഡ് ടു നോ ദ ലെവൽ ഓഫ് എബിലിറ്റി, നോളജ്, ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് എക്സെട്ര ഓഫ് എ പർട്ടിക്കുലർ കാൻഡിഡേറ്റ്. അപ്പം ഒരു നിശ്ചിത ജോലി നിർവഹിക്കുന്നതിന് ഒരാൾക്ക് വേണ്ട കഴിവുകൾ, സ്കിൽസ്, എബിലിറ്റീസ്, ഗുണങ്ങൾ, പ്രാപ്തി ഇതൊക്കെ എന്തുമാത്രമാണ് എന്ന് ഒക്കെ നോക്കി അതൊക്കെ മനസ്സിലാക്കി രൂപം നൽകുന്നതാണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുക. എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ കാൻഡിഡേറ്റിന് ഈ ജോലിയിലേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ എബിലിറ്റീസ് വേണം അഥവാ എന്തൊക്കെ സ്കിൽസ് വേണം, അവരുടെ കഴിവുകൾ എന്തൊക്കെയാണ് വേണ്ടത്, അവർക്ക് അതിനകത്ത് എക്സ്പെർട്ടൈസ് ഉണ്ടോ അഥവാ വൈദഗ്ധ്യമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് നടത്തും. അതാണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുക. അപ്പം സെക്കൻഡ് സ്റ്റെപ്പാണ് സെലക്ഷൻ ടെസ്റ്റ്. ഇങ്ങനെ ടെസ്റ്റ് നടത്തുമ്പോൾ പല രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്താറുണ്ട്. അപ്പം നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകളുണ്ട്. മെയിൻലി സെലക്ഷൻ ടെസ്റ്റ് നടത്താറുള്ളത് അപ്പം ഈ 5 രീതിയിലുള്ള ടെസ്റ്റാണ് മെയിൻലി നടത്തുക. ഫസ്റ്റ് ഇന്റലിജൻസ് ടെസ്റ്റ്, സെക്കൻഡ് ട്രെയ്ഡ് ടെസ്റ്റ്, തേർഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഫോർത്ത് ഇൻട്രസ്റ്റ് ടെസ്റ്റ്, ഫിഫ്ത്ത് പേഴ്സണാലിറ്റി ടെസ്റ്റ്. അപ്പം
സെലക്ഷൻ ടെസ്റ്റ് ആണ് സെക്കൻഡ് പ്രോസസ്സ്. സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പ്രിലിമിനറി സ്ക്രീനിങ്ങിലൂടെ എല്ലാ കിട്ടിയ ആപ്ലിക്കേഷൻസും പരിശോധിച്ചിട്ട് ഒട്ടും യോഗ്യരല്ല എന്ന് തോന്നുന്നു കുറച്ച് പേരെ ഒഴിവാക്കി. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ആപ്ലിക്കൻസിനെ വിളിച്ചിട്ട് ഒരു ടെസ്റ്റ് നടത്തും. അവർക്ക് ആ ടെസ്റ്റ് നടത്തുന്നതിലൂടെ പല രീതിയിലുള്ള ടെസ്റ്റ് ഉണ്ട്. ഈ സ്ലൈഡിൽ കാണുന്ന രീതിയിൽ 5 രീതിയിലുള്ള ടെസ്റ്റുകളുണ്ട്. അതിൽ ടെസ്റ്റ് നടത്തുന്ന അഥവാ അവരുടെ സ്കിൽസും എബിലിറ്റീസും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് നടത്തുന്നു. അതിനെയാണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുക. അപ്പം ഓരോ ടൈപ്പ് ഓഫ് ടെസ്റ്റ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യത്തത് ഇന്റലിജൻസ് ടെസ്റ്റ്. ഇന്റലിജൻസ് ടെസ്റ്റ് ഇസ് യൂസ്ഡ് ടു മെഷർ ദ ലെവൽ ഓഫ് ഇന്റലിജൻസ്. അപ്പം ഇന്റലിജൻസ് ടെസ്റ്റ് നടത്തുന്നത് ആ പർട്ടിക്കുലർ കാൻഡിഡേറ്റിന്റെ ലെവൽ ഓഫ് ഇന്റലിജൻസ് അഥവാ എത്രമാത്രം IQ ഉണ്ട് അഥവാ എത്രമാത്രം ഇന്റലിജൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നടത്തുന്ന ടെസ്റ്റാണ് ഇന്റലിജൻസ് ടെസ്റ്റ്. ഒരാളുടെ ഇന്റലിജൻസ് എന്തുമാത്രം ഉണ്ട് അഥവാ ഒരാളുടെ IQ എത്രമാത്രം ഉണ്ട് എന്നറിയാൻ വേണ്ടി നടത്തുന്നതാണ് ഇന്റലിജൻസ് ടെസ്റ്റ്. അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റ്, ഇന്റലിജൻസ് ടെസ്റ്റ്. Second type of test is trade test. This test is conducted to check whether the candidate is suitable for that particular trade. Trade test is used to measure the skills possessed by an individual in a particular area. അപ്പം ആ ഒരു പ്രത്യേക ഏരിയയിൽ ആ ഒരു മേഖലയിൽ ആൾക്ക് എത്ര കഴിവുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നതാണ് ട്രേഡ് ടെസ്റ്റ്. എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ട്രേഡിൽ അഥവാ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയിൽ ആ കാൻഡിഡേറ്റിന് എത്രമാത്രം എബിലിറ്റി ഉണ്ട് അഥവാ എത്രമാത്രം ആ കാൻഡിഡേറ്റ് സൂട്ടബിൾ ആണ്, ആ പർട്ടിക്കുലർ ഏരിയയിൽ എത്രമാത്രം സ്കില്ലുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ നടത്തുന്നതാണ് ട്രേഡ് ടെസ്റ്റ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ടു സെലക്ട് എ ഡ്രൈവർ, കാൻഡിഡേറ്റ്സ് നോളജ് ആൻഡ് ടെക്നിക്കൽ സ്കിൽ ഇൻ ഡ്രൈവിംഗ് ആർ ടെസ്റ്റഡ്. അപ്പം ഇപ്പോൾ ഒരു ഡ്രൈവറിനെ സെലക്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ ആ പർട്ടിക്കുലർ ഏരിയയിൽ അയാളുടെ സ്കിൽസ് എന്തുമാത്രമുണ്ട്, അയാൾക്ക് എന്തൊക്കെ അറിയാം എന്നൊക്കെ നോക്കുന്നതാണ് ഈ ട്രേഡ് ടെസ്റ്റിലൂടെ നടത്തുന്നത്. ഇപ്പം ഒരു ഡ്രൈവറിനെ ആണെങ്കിൽ ആ ഡ്രൈവറിന് എന്ത് നോളജ് ഉണ്ട്, ഡ്രൈവിങ്ങിനെ കുറിച്ച് എന്ത് നോളജ് ഉണ്ട്, ടെക്നിക്കൽ സ്കിൽസ് എന്തുമാത്രമുണ്ട് എന്നൊക്കെ നോക്കുന്നതിനെയാണ് ട്രേഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ട്രേഡ് ടെസ്റ്റ് അല്ലെങ്കിൽ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം അവർക്ക് ആ പർട്ടിക്കുലർ ഏരിയയിൽ നോളജ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അവരുടെ സ്കിൽസ് ആ പർട്ടിക്കുലർ ഏരിയയിലുള്ള അവരുടെ സ്കിൽസും കോമ്പിറ്റൻസീസും ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പൊ സെക്കൻഡ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ് ട്രേഡ് ടെസ്റ്റ്. തേർഡ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അഭിരുചി പരീക്ഷ എന്നൊക്കെ പറയാം. അപ്പം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇസ് യൂസ്ഡ് ടു മെഷർ ദ പൊട്ടൻഷ്യൽ ഫോർ ലേണിംഗ് ന്യൂ സ്കിൽസ്. അപ്പം സാധ്യതകൾ അറിയാനായിട്ട് ഉള്ള ഒരു പരീക്ഷയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ അഭിരുചി അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരാളുടെ ഇഷ്ടങ്ങൾ എന്ന് വെച്ചാൽ അയാളുടെ താല്പര്യങ്ങൾ എന്തുമാത്രമുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇപ്പം എന്തുമാത്രം താല്പര്യമുണ്ട്, ആ പർട്ടിക്കുലർ കാൻഡിഡേറ്റിന്റെ ആപ്റ്റിറ്റ്യൂഡ് അഥവാ അഭിരുചി എന്താണ്, ഏത് ഫീൽഡിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ പല രീതിയിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തും. അപ്പം അതിൽ ഏത് ഏരിയയിലാണ് ആൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്, ഏത് ഫീൽഡിലാണ് കൂടുതൽ അയാൾക്ക് അറിയാവുന്നത്, ഏത് ഫീൽഡിലെ കാര്യങ്ങളാണ് കൂടുതൽ അറിയാവുന്നത്, ഏത് ഫീൽഡിലേക്കാണ് കൂടുതൽ ഇൻട്രസ്റ്റ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നത്. തേർഡ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. So far we have discussed first one intelligence test, second trade test and third aptitude test. Fourth one is interest test. Interest test നടത്തുന്നത് ആ കാൻഡിഡേറ്റിന്റെ പാറ്റേൺ ഓഫ് ഇൻട്രസ്റ്റ് അഥവാ ഏത് ഫീൽഡിലാണ് കൂടുതൽ താല്പര്യമുള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് നടത്തുന്നത്. ടു ചെക്ക് ഇൻട്രസ്റ്റ് ഓർ ഇൻവോൾവ്മെന്റ് ഓഫ് എ പേഴ്സൺ ഓൺ ദി ജോബ്. ആ പർട്ടിക്കുലർ പേഴ്സന്റെ ഇൻട്രസ്റ്റ് അഥവാ ആ പേഴ്സണിൽ ആ ജോബിലുള്ള ഇൻവോൾവ്മെന്റിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് നടത്തുന്നത്. ആൻഡ് ഫൈനലി ഫിഫ്ത്ത് ടെസ്റ്റ് ഇസ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. To evaluate an individual's emotions, reactions, maturity, values, etc. അപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തുന്നത് കാൻഡിഡേറ്റ്സിന്റെ ഇത് പറഞ്ഞ പോലെ തന്നെ ഇമോഷൻസ്, റിയാക്ഷൻസ്, മെച്യൂരിറ്റി, വാല്യൂസ്, അങ്ങനെ അയാളുടെ ഒരു ഓവറോൾ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തുന്നത്. അപ്പം
5 ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഉണ്ട്. ആദ്യത്തത് ഇന്റലിജൻസ് ടെസ്റ്റ്. ഇന്റലിജൻസ് ടെസ്റ്റിൽ അയാളുടെ IQ ലെവൽ അഥവാ ഇന്റലിജൻസ് എന്തോരാണ്, ലെവൽ ഓഫ് ഇന്റലിജൻസ് എന്തോരമാണെന്ന് മെഷർ ചെയ്യാനാണ് ഇന്റലിജൻസ് ടെസ്റ്റ് നടത്തുന്നത്. സെക്കൻഡ് ട്രേഡ് ടെസ്റ്റ് നടത്തുന്നത് സ്കിൽസ്, എന്തുമാത്രം സ്കിൽസ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എന്തുമാത്രം സ്കിൽസ് അഥവാ ടെക്നിക്കൽ നോളജ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് ടെസ്റ്റ് നടത്തുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ ഡ്രൈവിംഗ് അറിയാവോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവ് ചെയ്ത് നോക്കുന്നു, ഡ്രൈവിംഗ് അറിയാവുന്നു. കാരണം ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എന്തുമാത്രം സ്കിൽസ് അഥവാ എന്തുമാത്രം ഐഡിയ ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് ടെസ്റ്റ് നടത്തുന്നത്. തേർഡ് വൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ അഭിരുചി എന്തോരാണ്, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അയാളുടെ അഭിരുചികൾ, അയാളുടെ താല്പര്യങ്ങൾ എന്തോരാണ് എന്ന് മനസ്സിലാക്കാനാണ് അഭിരുചി പരീക്ഷ അഥവാ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നത്. ഫോർത്ത് വൺ ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ പാറ്റേൺ ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് നടത്തുന്നത്. ഫിഫ്ത് വൺ പേഴ്സണാലിറ്റി ടെസ്റ്റ്. അപ്പം ഓവറോൾ പേഴ്സണാലിറ്റിനെ കുറിച്ച് വിലയിരുത്താൻ വേണ്ടി അയാളുടെ ഇമോഷണൽ റിയാക്ഷൻസ്, മെച്യൂരിറ്റി, വാല്യൂസ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഓവറോൾ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും, ഓരോ സിറ്റുവേഷൻസും എങ്ങനെ ഹാൻഡിൽ ചെയ്യും, എങ്ങനെയാണ് അയാളുടെ പേഴ്സണാലിറ്റി എന്ന് മനസ്സിലാക്കാനായിരിക്കും പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തുന്നത്. ഇങ്ങനെ 5 ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണുള്ളത്. അപ്പം സെക്കൻഡ് പോയിന്റിൽ നമ്മൾ പഠിച്ചു കണ്ടക്ടിങ് സെലക്ഷൻ ടെസ്റ്റ് ആണ് സെക്കൻഡ് പോയിന്റ്. അപ്പം ഫസ്റ്റ് പോയിന്റ് പ്രിലിമിനറി സ്ക്രീനിങ് ആയിരുന്നു, സെക്കൻഡ് സെലക്ഷൻ ടെസ്റ്റ് ആയിരുന്നു. സെലക്ഷൻ ടെസ്റ്റ് 5 രീതിയിലുണ്ട്, അതും നമ്മൾ കണ്ടു. കമ്മിങ് ടു ദ തേർഡ് സ്റ്റെപ്പ് ഇസ് ഇന്റർവ്യൂ. ഇന്റർവ്യൂ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഫേസ് ടു ഫേസ് എൻകൗണ്ടർ ആണ്. കാരണം നമ്മള് ഫേസ് ടു ഫേസ് ഒരു ഇന്റർവ്യൂവറിനെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇന്റർവ്യൂ നടത്തുന്നത്. ഇന്റർവ്യൂ ഇസ് എ ഡീറ്റെയിൽഡ് ഇന്റർവ്യൂസ് ആർ അണ്ടർടേക്കൻ to seek more information from the candidate. This gives the employer to observe the candidate and assess his level of confidence to take up the job. Usually it is done by an expert interview board. അപ്പോൾ ഒരു ജോലിക്ക് ഒരു അപേക്ഷകൻ യോഗ്യനാണോ എന്ന് ഫേസ് ടു ഫേസ് ആയിട്ട് ഇരുന്ന് നിരീക്ഷിച്ച് വിലയിരുത്തുന്ന ഒരു പ്രോസസ്സാണ് ഇന്റർവ്യൂ എന്ന് പറയുക. ഡെക്സ്റ്റിലിറ്റി ടെസ്റ്റോ? ഡെക്സ്റ്റിലിറ്റി ടെസ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഈ സ്ലൈഡ് വെച്ചാണ് നോക്കിയത്, അതുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല. ഞാനത് അടുത്ത ക്ലാസ്സിൽ പറയാം ജിഷ. ഞാൻ നിങ്ങളുടെ PDF ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ ഈ PPT വെച്ചാണ് നോക്കിയത്. ഞാൻ അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ. അപ്പം ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ജോലിക്ക് അപേക്ഷകൻ യോഗ്യനാണോ എന്ന് ഫേസ് ടു ഫേസ് ആയിട്ട് ഇരുന്ന് അവരോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് അവരുടെ റെസ്പോൺസസും അവർ കോൺഫിഡന്റ് ആണോ ഈ ജോലി ഏറ്റെടുക്കാൻ എന്നൊക്കെ നോക്കുന്നതാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പം ഇന്റർവ്യൂവിലൂടെ ഒരാളുടെ വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി, അയാളുടെ ഇന്റലിജൻസ്, അയാളുടെ ആപ്റ്റിറ്റ്യൂഡ്, മനോഭാവം, ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഏകദേശം ആളെ കുറിച്ച് ഒരു ഐഡിയ, ലൈക്ക് ഈ ജോലിക്ക് ആപ്റ്റ് ആണോ എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂ സഹായിക്കുന്നു. അപ്പം ഇന്റർവ്യൂവിൽ നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ട് ഇരുന്നിട്ട് ഒരാളെ ഒരു എക്സ്പേർട്ട് ഇന്റർവ്യൂ ബോർഡ് നമ്മളെ ഒബ്സർവ് ചെയ്ത് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കോൺഫിഡന്റ് ആണോ, നമ്മൾ ഈ ജോലി എടുക്കാൻ കോൺഫിഡന്റ് ആണോ, നമ്മളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, നമ്മൾ ഭയങ്കര ഷൈ ആയിട്ട് നിൽക്കുന്നവരാണോ, അഥവാ നമ്മൾ ഭയങ്കര ഓപ്പൺ ആയിട്ട് എല്ലാ ആൻസേഴ്സും പറഞ്ഞ് അങ്ങനെ രീതിയിലാണോ, അങ്ങനെയൊക്കെ നോക്കുന്നതാണ് ഇന്റർവ്യൂ. അപ്പൊ യൂഷ്വലി ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത് ഒരു എക്സ്പേർട്ട് ഇന്റർവ്യൂ ബോർഡ്സ് ആയിരിക്കും. എന്നുവെച്ചാൽ ഇന്റർവ്യൂയിലൂടെ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സിന് അഥവാ ആപ്ലിക്കന്റിന്റെ നോളജ് ലെവലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യാം. അപ്പം ഒരു എക്സ്പേർട്ട് ഇന്റർവ്യൂ ബോർഡ് നടത്തുന്നതായിരിക്കും മിക്കവാറും. ഇന്റർവ്യൂസ് നടത്തുന്നത് ചിലപ്പോൾ ഒരാളായിരിക്കും, അഥവാ ഒന്നിൽ കൂടുതൽ ആളുകളും ഇന്റർവ്യൂ നടത്താം. എക്സ്പേർട്ട് ഇന്റർവ്യൂ ബോർഡ്സ് നടത്താൻ വേണ്ടി സാധിക്കും ഇന്റർവ്യൂസ്. അപ്പം അങ്ങനെ ഇന്റർവ്യൂയിലൂടെ ആപ്ലിക്കന്റിന്റെ നോളജും ലെവൽ ഓഫ് കോൺഫിഡൻസും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാണ് തേർഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പിൽ പറയുകയാണ് ഇന്റർവ്യൂ ആണ് തേർഡ് സ്റ്റെപ്പിൽ പറയുന്നത്. ഫോർത്ത് സ്റ്റെപ്പിൽ പറയുന്നതാണ് ചെക്കിംഗ് റെഫറൻസസ്. എന്ന് വെച്ചാൽ റെഫറൻസ് പരിശോധിക്കുക. ഇപ്പം നമ്മൾ ആപ്ലിക്കേഷൻ ഫോം, റിക്രൂട്ട്മെന്റ് എന്ന പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ ഫോംസ് സബ്മിറ്റ് ചെയ്യും കമ്പനിയിലേക്ക്. അങ്ങനെ ആപ്ലിക്കേഷൻ ഫോംസ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അവർ റെഫറൻസസ് എഴുതാൻ വേണ്ടിയിട്ട്. റെഫറൻസസ് എന്ന് പറഞ്ഞാൽ
നമ്മള് ഒരു എന്ന് വെച്ചാൽ ഒരു നമ്മൾക്ക് പരിചയമുള്ള ആളുകൾ അഥവാ നമ്മളെ അറിയാവുന്ന ആളുകളെ നമ്മൾ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ ടീച്ചേഴ്സോ അഥവാ നമ്മൾ നേരത്തെ ജോലി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമ്മളുടെ നേരത്തെ ജോലിയുടെ ആ കമ്പനിയിലെ ആളുകളോ എന്ന് വെച്ചാൽ നമ്മളുടെ എംപ്ലോയറോ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ റെഫറൻസസ് ആയിട്ട് ആഡ് ചെയ്യും. അപ്പം ഈ കമ്പനിയിലെ ആളുകൾക്ക് നമ്മളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ, ഈ ജോലിക്ക് അവരെ യോഗ്യരാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരെ എല്ലാം കോണ്ടാക്ട് ചെയ്ത് നോക്കും. നമ്മൾ യൂഷ്വലി 2 റെഫറൻസസ് ഒക്കെയാണ് മെയിൻലി കൊടുക്കാറ്. അപ്പം ആ 2 റെഫറൻസസിലെ വിളിച്ചു ചോദിക്കും, ഇന്ന ഒരാൾ ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ജോലിക്ക്, അയാൾ ഈ ജോലിക്ക് ആപ്റ്റ് ആണോ എന്നൊക്കെ വിളിച്ചു ചോദിക്കാൻ സാധിക്കും. അതാണ് ചെക്കിംഗ് റെഫറൻസസിൽ പറയുക. Reference is a source from which useful information on a candidate can be sought. It may be the names of some outstanding persons, teachers, present employees, etc., who know about his experience, skill, ability, character, etc. അപ്പം ഈ കാൻഡിഡേറ്റിന്റെ വ്യക്തിത്വം അതുപോലെ തന്നെ അയാളുടെ മറ്റു വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആണ് അഥവാ ഒരു പ്രധാനപ്പെട്ട ഒരു ഉറവിടമാണ് റെഫറൻസസ് എന്ന് പറയുക. അപ്പൊ ഒന്നുകിൽ നമ്മൾ നേരത്തെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ ജോലി ചെയ്ത സ്ഥലത്തെ എംപ്ലോയേഴ്സോ അല്ലെങ്കിൽ നമ്മളിപ്പം പഠിച്ച സ്കൂളുകളിലെ ടീച്ചേഴ്സോ അഥവാ ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രൊഫസേഴ്സോ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ റെഫറൻസസ് ആയിട്ട് കീപ്പ് ചെയ്യും. അപ്പം ഈ നമുക്ക് ഇപ്പം ഈ കമ്പനിയിൽ ആൾക്കാർക്ക് നമ്മളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ കാൻഡിഡേറ്റ്സിന് നൽകുന്നതിനെയാണ് റെഫറൻസസ് എന്ന് പറയുന്നത്. അപ്പൊ ആപ്ലിക്കേഷൻ ഫോമില് കാൻഡിഡേറ്റ് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അഥവാ ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെഫറൻസസിനെയൊക്കെ വിളിച്ചു ചോദിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻസ് ഉണ്ടോ കാൻഡിഡേറ്റിനെ കുറിച്ച്, ലൈക്ക് ആ കമ്പനിക്ക് അറിയത്തില്ലാത്ത അഥവാ നമ്മൾ പറയാത്ത എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടോ എന്നും അഥവാ അങ്ങനെയൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യുന്നതാണ് ഈ റെഫറൻസസിലൂടെ ചെയ്യുന്നത്. അപ്പം ഈ റെഫറൻസസ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം ഒരു സാറിന്റെ പേരാണ് കൊടുക്കുന്നതെങ്കിൽ ആ ടീച്ചറിന്റെ പേര്, ഏത് പൊസിഷനിലാണ്, ഏത് സ്കൂളിലെയാണ് അഥവാ ഏത് യൂണിവേഴ്സിറ്റിയിലെയാണ് ആൻഡ് അവരുടെ കോണ്ടാക്ട് നമ്പറുമാണ് നമ്മൾ കൊടുക്കാറ്. അപ്പം ആ കോണ്ടാക്ട് നമ്പറിൽ അവർ വിളിച്ചിട്ട് നമ്മളെ കുറിച്ചുള്ള ഇന്ന കുട്ടി ഇങ്ങനെ പഠിച്ചതാണോ, അങ്ങനെ ഇപ്പം ഹയർ സ്റ്റഡീസ് ഒക്കെ പഠിച്ച ആളാണോ, ഇത് എങ്ങനെയുണ്ട്, ഇന്ന ഒരു ജോലിയിലേക്ക് ആപ്റ്റ് ആണോ എന്നൊക്കെ വിളിച്ചു ചോദിക്കുന്നതാണ് റെഫറൻസസ് എന്ന് പറയുന്നത്. അപ്പൊ 4th സ്റ്റെപ്പാണ് ചെക്കിംഗ് റെഫറൻസസ്. 8 സ്റ്റെപ്പ് ഉണ്ട് സെലക്ഷൻ പ്രോസസ്സിൽ. ഇപ്പൊ നമുക്ക് 4th സ്റ്റെപ്പ് വെച്ച് നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി 4 സ്റ്റെപ്സ് ഡിസ്കസ് ചെയ്യാം. അപ്പം ആദ്യത്തെ 4 സ്റ്റെപ്പ് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് പ്രിലിമിനറി സ്ക്രീനിങ് നടത്തുക. ലൈക്ക് ആളുകളിൽ ആരൊക്കെ ആപ്ലിക്കേഷൻസ് തന്നു എന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് പരിശോധിക്കുന്നു. അപ്പൊ തന്നെ റിജക്ട് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് റിജക്ട് ചെയ്യുന്നു ആൻഡ് ബാക്കിയുള്ളവരിലെ വെച്ച് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് ടെസ്റ്റ് നടത്തുന്നു. അപ്പൊ പല രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്താം. അങ്ങനെ ടെസ്റ്റ് നടത്തുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ വരിക. 3rd സ്റ്റെപ്പിൽ പറയുക ഒരു ഇന്റർവ്യൂ നടത്തുന്നത്. 3rd സ്റ്റെപ്പിൽ ഇന്റർവ്യൂ നടത്തുന്നത് ആൻഡ് 4th സ്റ്റെപ്പിൽ പറയുക ചെക്കിംഗ് റെഫറൻസസ് അഥവാ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും കുറച്ച് റെഫറൻസസ് ഒക്കെ, ആ റെഫറൻസസ് ഒക്കെ ചെക്ക് ചെയ്യുന്നതാണ് 4th സ്റ്റെപ്പിൽ വരിക. ചെക്കിംഗ് റെഫറൻസസ്. ഡെസ്റ്റിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ രജിസ്റ്റർ എന്ന PDF-ല്. ഡെസ്റ്റിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മെഷേഴ്സ് ദ സ്പീഡ് ആൻഡ് എഫിഷ്യൻസി വിത്ത് വിച്ച് ദ കാൻഡിഡേറ്റ് യൂസസ് ഹിസ് ഹാൻഡ്സ്, ഫിംഗേഴ്സ്, ഐസ് ആൻഡ് അതർ പാർട്സ് ഓഫ് ബോഡി. അപ്പം ഡെസ്റ്റിലിറ്റി ടെസ്റ്റ് ഒക്കെ നടത്തുന്നത് അവരുടെ സ്പീഡ് കണ്ടുപിടിക്കാനാണ്. എന്ന് വെച്ചാൽ അവരെ എത്ര പെട്ടെന്നാണ് അവരിപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവർ എത്ര പെട്ടെന്നാണ് ആ കാര്യം ചെയ്യുന്നത്, അവരുടെ എഫിഷ്യൻസിയും സ്പീഡും ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെസ്റ്റിലിറ്റി ടെസ്റ്റ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. മെയിൻലി സ്പീഡിന് വേണ്ടിയിട്ടാണ് ഡെസ്റ്റിലിറ്റി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അവരുടെ ഇപ്പം എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവരുടെ ഹാൻഡിന്റെ സ്പീഡ്, ഫിംഗേഴ്സ്, അങ്ങനെ ഐസ്, ലൈക്ക് അവർ എത്ര സ്പീഡിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡെസ്റ്റിലിറ്റി ടെസ്റ്റ് നടത്തുന്നത്. അതും സെലക്ഷൻ പ്രോസസ്സിൽ അഥവാ സെലക്ഷൻ ടെസ്റ്റിൽ ഒരു പാർട്ടാണ് ഡെസ്റ്റിലിറ്റി ടെസ്റ്റും. അതുപോലെ തന്നെ ട്രേഡ് ടെസ്റ്റിനെ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയാറുണ്ട്. അപ്പം ട്രേഡ് ടെസ്റ്റ് ഓർ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയാറുണ്ട്.